ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ വാഗമണ്ണിൽ താമസിച്ച ഒരു കോട്ടേജിന്റെ പറ്റിയാണ്. ഒരു 1 വീക്ക് ട്രിപ്പിന് പോയിരുന്നു. ആ സമയത്താണ് ഈ കോട്ടേജിനെ പറ്റി. ഈ കോട്ടേജിന്റെ പേര് ഹാപ്പി ഹൈഡവേ എന്നാണ്. ഒരേ കോമ്പൗണ്ടിൽ 2 കോട്ടേജസ് ആണ് ഇവിടെ താമസിക്കാനുണ്ടാവും. ഇത് വളരെ മനോഹരമായ കോട്ടേജ് ആട്ടോ. താഴെ ചുവന്ന കാർപ്പറ്റ് വിരിച്ചിട്ട് ബെഡിൻ്റെ സൈഡിൽ ലാമ്പും ഉണ്ട്. അതുമാത്രമല്ല 2 ടേബിളും ഉണ്ട്. അപ്പം നമുക്ക് നമ്മളെ ഫോണോ എന്ത് വേണമെങ്കിൽ വെക്കാനും സാധിക്കൂ. പിന്നെ ബെഡിൻ്റെ നേരെ TV ആലോചിച്ച് നോക്ക് ഗൈസ്. ബെഡിൽ കിടന്ന് TV കാണുന്നതിൻ്റെ ഒരു സുഖം ആ വേറെ ലെവലാണ്. പിന്നെ ഇവിടെ ഒരു ടേബിൾ പോലെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ജോലി ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഓരോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു നല്ല ഭംഗിയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് നമ്മളെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ. പിന്നെ ഇരുന്ന് നോക്കാൻ ഒരു ചെയറും. പിന്നെ ഇവിടെ ചായയൊക്കെ കുടിക്കാനൊക്കെ ഒരു കസേരയോ ടേബിളും ഒക്കെ ഉണ്ട്. ഇത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾക്ക് പോകാനേ തോന്നിയില്ല, സത്യം പറയാലോ. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു വാഷ് ബേസ് ഉണ്ടാവും. അകത്ത് ബാത്റൂമിൽ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. എന്നാലും പുറത്ത് പോയാലും ഒന്ന് ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ കണ്ടോ എന്ത് നല്ല ഭംഗിയാണെന്ന്. ഇവിടെ ഫുള്ള് പ്ലാന്റ്സ് വെച്ചിട്ട്. ഇത് ഞാൻ കോട്ടേജിന് മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ. പിന്നെ ഇൻട്രൊഡ്യൂസിങ് ദ ബാത്റൂം. ഇവിടെ ബാത്റൂം ഉണ്ട്. ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. പിന്നെ കണ്ണാടി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പോലെ ഒരു വാഷ് ബേസിൻ. പിന്നെ നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടാനൊരു സംഭവമുണ്ട്. ഈ സംഭവത്തിൻ്റെ പേരാണ് ഹാങ്ങർ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം കേട്ടോ, തോർത്ത് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് മടക്കി വെച്ചത് അങ്ങനെ വെക്കുകയോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലോക്ക് കുറച്ച് പണിയാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് പുറത്തിച്ച ഒരു വ്യൂ കേട്ടോ. നമുക്ക് താഴേക്കൊക്കെ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ സ്റ്റെപ്സൊക്കെ ഉണ്ട്. പിന്നെ 2 സൈഡിൽ ചെടികളും ഉണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഈ നടപ്പാതയിലൂടെ നടന്നാൽ നമ്മൾ ഗേറ്റിലേക്കാണ് എത്തുക. അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. പക്ഷേ ഒരു സമയത്ത് 2 കാറേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ 2 കോട്ടേജുകളും, അതുകൊണ്ട് 2 കാർ വെച്ചാൽ മതിയല്ലോ. പിന്നെ രാത്രി നമ്മളിവിടെ നോക്കുമ്പോൾ ചെടീൻ്റെ മുകളിലൊക്കെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ തൂക്കിയിടുന്ന ലൈറ്റില്ലേ, അതൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ഭംഗിയാണ് ശരിക്കും. അതുമാത്രമല്ല ഞങ്ങൾ ഡിസംബറിലാണ് പോയത്, അപ്പോൾ ക്രിസ്മസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനാണ് ഇത്. ക്രിസ്മസ് ട്രീൻ്റെ പകരം സാധാരണ പ്ലാന്റ്സ്. ഈ കോട്ടേജിൻ്റെ പുറത്തെ വ്യൂ രസമുണ്ട്. രാത്രിയാണെങ്കിൽ അതിനെക്കാട്ടും രസമുണ്ട് കേട്ടോ. ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന കോട്ടേജിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ലൈറ്റിൽ കുളിച്ചെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കുളിക്കുകയല്ല കേട്ടോ. അതായത് ലൈറ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലെയാണ്. ഞങ്ങൾ താമസിച്ച കോട്ടേജിൽ ഒരു റൂമും ഒരു ബാത്റൂമും മാത്രമായിരുന്നു ഉള്ളത്. പക്ഷേ അതിനകത്ത് കുറേ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അവർ അതൊക്കെ ഒരു റൂമിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിനൊരു മകനുണ്ട്. ആ മകനാണ് ഈ കോട്ടേജിൻ്റെ ഫുൾ പ്ലാനിങ് നടത്തിയതെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി താമസിക്കാം. വേറെ വീഡിയോയിൽ കാണാം. ബൈ.